ഹായ് ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ഹിറ്റ് ദ ബെൽ ബട്ടൺ. ഇത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് സ്ക്രാച്ചും ഫേഡഡ് ആയതാണ്. ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വീണ്ടും നമുക്ക് വേണ്ടത് 120 പേപ്പർ, 320, 400, 1000 ആൻഡ് 1200 പേപ്പറാണ് വേണ്ടത്. പിന്നെ പോളിഷ് വേണം അതിൻ്റെ കൂടെ, പിന്നെ WD-40. ഇത്ര ഐറ്റംസാണ് ആവശ്യം. പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗ്ലാസ്സിലെ മാസ്കിൻ്റെ പൊട്ടിക്കേണ്ട അത്യാവശ്യമാണ്, സൈഡിലായിട്ട്, അല്ലെങ്കിൽ ലെൻസ് സ്ക്രാച്ച് വീഴും. ഫസ്റ്റ് നമുക്ക് 120 പേപ്പർ ഇട്ട് സ്റ്റാർട്ടിംഗ് ആണ്. വാട്ടർ മിക്സ് ചെയ്ത് വേണം പേപ്പർ റബ്ബ് ചെയ്യാൻ. ഇത് അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഹെഡ്ലൈറ്റിന് മോർ സ്ക്രാച്ചസ് ആവും, അതിനൊരു ചാൻസ് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അടുത്ത് 320 പേപ്പർ ഇട്ടു. 320 പേപ്പർ ഇട്ടിട്ട് നമ്മൾ പിടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് വിടുകയാണ്, അതിൻ്റെ ആ സ്റ്റെയിനെല്ലാം. അടുത്ത് നമ്മൾ 400 പേപ്പറാണ് എടുത്ത്. 400 പേപ്പർ എടുത്ത് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് റബ്ബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൽ സ്മോർ സ്ക്രാച്ചസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളൊരു 32 അല്ലെങ്കിൽ 1 മിനിറ്റ് 1 or 2 മിനിറ്റ് കണ്ടിന്യൂസ് ചെയ്യണം. അടുത്ത് നമ്മൾ 1000 പേപ്പർ ഇട്ടു. അപ്പോൾ ഓരോ പേപ്പർ ഇടുമ്പോഴും അതിൻ്റെ സ്ക്രാച്ചസ് കുറഞ്ഞു വരികയാണ്. മോർ ക്ലിയർ ആയിട്ട് മാറുകയാണ് ഗ്ലാസ്. ഇപ്പം ലാസ്റ്റാണ് 1200 പേപ്പർ, അതിട്ട് പിടിക്കുകയാണ്. നമ്മുടെ ഇനിയൊരു പേപ്പറിന് പിടുത്തമില്ല, കാരണം ഏറ്റവും ലാസ്റ്റുള്ള പേപ്പറാണ് 1200 പേപ്പർ. ഇതിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു അതിൻ്റെ ഗ്ലാസിൻ്റെ ആക്ച്വലായിട്ടുള്ള റിയൽ ക്ലിയർ കിട്ടുന്നതാണ്, ക്ലിയർ ഗ്ലാസ്സായിട്ട് അത് മാറുന്നതാണത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് ഒരു കാരണവശാലും വെള്ളമില്ലാതിട്ട് പിടിക്കില്ല, വെള്ളച്ചോട് ചേർത്തിട്ട് മാത്രമേ പിടിക്കാവൂ. ഇതെങ്ങനെയാണ് ചേഞ്ചസ് വരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. പേപ്പർ ഇട്ട് പിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് വാഷിംഗ് ആണ്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഫുള്ളൊന്ന് നോക്കി അതിൻ്റെ ആ ക്ലാരിറ്റി നോക്കിക്കുക എങ്ങനെയാണ് മാറിയിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ കണ്ട ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഡ്രൈ ക്ലോത്ത് എടുത്ത് അത് ഫുള്ള് ഡ്രൈ ആക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പോളിഷാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്കൊരു 10 to 15 മിനിറ്റ് പോളിഷ് ഇതിൽ നമുക്ക് കാർവാക്സിൻ്റെ പോളിഷ് നമുക്കിതിനകത്ത് റബ്ബ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ്. 10 to 15 മിനിറ്റ്, ഒരു ഹാഫ് ആൻ അവർ നമ്മളത് പിടിപ്പിച്ചിരിക്കണം. അതുമായിട്ട് ഗ്ലാസ്സുമായിട്ടൊരു കോമ്പിനേഷൻ ആയി കഴിഞ്ഞിട്ടാണ് നമ്മളിത് മെഷീനിട്ട് പിടിക്കാവൂ. അത് നമ്മൾ അപ്ലൈ ചെയ്തു. ഇപ്പം നമ്മൾ ഗ്രൈൻഡർ പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ആ പോളിഷിങ്ങിൻ്റെ ബ്രഷ് ഇട്ട് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഹെഡ്ലൈറ്റ്. അപ്പോൾ ഇത് നമ്മളൊരു 10 ടൈമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, ഒന്നിന് പുറകെയായിട്ട്. 1 ടൈം നമ്മൾ ചെയ്യുമ്പം അത് ഫുള്ളായിട്ട് റബ്ബിങ്ങായിട്ട് ഒരഞ്ഞൊരഞ്ഞ് നിൽക്കും. അടുത്ത് നമ്മൾ കുറച്ച് മാറി നമുക്ക് 10th ടൈമിൽ ഇത് ഫുള്ളായിട്ട് മാറുന്നതാണത്. നമുക്ക് അവസാനം നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്ത് കഴിയുന്ന ഏരിയയിൽ നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് പിടിക്കുകയാണ്. ഗ്രൈൻഡർ ഇപ്പം സ്ലിപ്പായി പോകുന്നത് പറഞ്ഞാൽ ഗ്രൈൻഡറിൻ്റെ ഹാൻഡിലുണ്ട്, ആ ഹാൻഡിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഗ്രൈൻഡർ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പോകുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു എഡ്ജിൽ നമ്മൾ പിടിക്കുകയാണ്. അത് പിടിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് മാറുമ്പോൾ അവിടുത്തെ ക്ലാരിറ്റി നോക്കണേ. അതുകൊണ്ട് എന്താ ക്ലാരിറ്റി നോക്കിയിട്ട് എന്ത് ക്ലിയർ ആ ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ ആ ഫേഡഡായ ഗ്ലാസ് ആണോ ഇതൊന്നും നമുക്ക് തോന്നത്തില്ല. ഇത് ഗ്രൈൻഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്ലിയർ വീഡിയോ എടുത്തതാണ്. എന്തോ ക്ലാരിറ്റി, നല്ല ഒരു ഷോറൂമിൽ നിറയ്ക്കുന്ന വണ്ടിയുടെ പോലെ തന്നെയാണ് ഗ്ലാസ് ഇപ്പോൾ ആയത്. ആ മാസ്കിൻ്റെ പൊട്ടിച്ച് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് തെന്നി അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അടുത്ത് നമ്മൾ WD-40, അതിൻ്റെ മുകളിൽ WD-40 നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഏറ്റവും ലാസ്റ്റാണ് WD-40 അപ്ലൈ ചെയ്യുന്നത്. ഗ്രൈൻഡിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് റബ്ബിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് WD-40 അപ്ലൈ ചെയ്യുന്നത്. WD-40 അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്റ്റെയിനോ കാര്യങ്ങളോ വല്ലോ ഇതിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അത് മാറുന്നതാണ്. അതിനാണ് WD-40 നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്ക്, ആ ഗ്ലാസിൻ്റെ ആ ഒരു ക്ലിയർ നോക്കി. നമ്മളൊരു ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്താൽ എങ്ങനെയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഗ്ലാസ് ഇരിക്കുന്നത്. ഇത് 10 വർഷമായ വണ്ടിയുടെ 11ാമത്തെ വർഷമാണ് ഇപ്പോൾ ഇത്. 11 വർഷമായി വണ്ടി വാങ്ങിയിട്ട്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിന് പോയപ്പോൾ ഫെയിലായി. റീസൺ പറഞ്ഞത് ഈ ഒരു ഗ്ലാസിൻ്റെ